വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുമ്പിളപ്പമാണേ. അതിനായിട്ട് വഴണയിലയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനാവശ്യമായ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങയും കുറച്ച് ചക്ക വരട്ടിയതുണ്ട്, പിന്നെ ശർക്കരയും ഏലക്കാപ്പൊടിയും കുറച്ച് ജീരകവും ഒക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ആ മാവിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം തേങ്ങയും കുറച്ച് ജീരകവും ഏലക്ക പൊടിച്ച് വെച്ചതും എല്ലാം കൂടെ അതിലേക്കൊന്നിട്ട് കുറച്ച് ശർക്കരയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയ ശേഷം ഈ ചക്ക വരട്ടിയതോടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ വരട്ടിയതൊന്നുമല്ല, ഞാൻ ബേക്കറിയിൽ നിന്ന് മേടിച്ച ചക്ക വരട്ടിയതാണ്. അങ്ങനെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഇളക്കിയെടുക്കാമേ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ട് അതിൻ്റെ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടത് ഇപ്പം കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്കിത് ഇലയിലേക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് മാറാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി, എന്നിട്ടിനി ഇലയൊക്കെ ഒന്ന് കുമ്പിളാക്കി എടുക്കണേ. അതിനായിട്ട് ഞാൻ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനൊന്ന് കുമ്പിൾ കുത്തിയിട്ട് അത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടി അതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കുമ്പിളിലേക്ക് കുറേശ്ശെ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാമേ. മാവ് കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കയ്യിൽ പുരട്ടിയാലും നന്നായിട്ടത് എടുക്കാൻ പറ്റുമേ. ഇനി ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാമേ. ആദ്യത്തെ 1-2 എണ്ണം ഞാൻ അങ്ങനെ ഈർക്കിൽ കുത്തിയിട്ടെടുത്തു. പക്ഷേ അത് കുത്തിയില്ലെങ്കിലും ആ ഇല നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളുമേ. പിന്നെ ലാസ്റ്റ് ഞാനത് കുത്താതെ തന്നെയാണ് എടുത്തത്. അതങ്ങനെ തന്നെ ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുമേ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ടത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം എല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ. ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്ന ശേഷം അതിലേക്ക് ഈ കുമ്പിളപ്പം എല്ലാം പറക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടത് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലയാണേ. അതിവിടെ വന്നപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ എനിക്ക് കിട്ടിയേ. ഞാനത് കാരണം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ വേഗം ഇത് ഉണ്ടാക്കുമായിരുന്നു. കാരണം ഇല ഉണങ്ങിപ്പോകുമല്ലോ എന്ന് കരുതി. അതിൻ്റെ ആ ഫ്രഷ്നെസ്സോട് കിട്ടണമല്ലോ. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റീമർ അങ്ങോട്ട് തുറന്നപ്പം എന്തോ ഒരു മണമാണെന്നറിയാമോ. ഒത്തിരിയും കാലമായിരുന്നു ഞാനിത് കഴിച്ചിട്ടേ. അങ്ങനെ നല്ല സൂപ്പർ കുമ്പിളപ്പം റെഡിയായേ. ഭയങ്കര ടേസ്റ്റായിരുന്നേ. സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.